ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതോടൊപ്പം വരുന്ന സ്റ്റാർ ബട്ടണും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഒരിക്കൽ കൂടി ഒരു പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. എന്നിട്ട് നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ സുധീഷിന് ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കാരണം നിധി ഡൈവേഴ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ഇന്ന് വക്കീൽ ഓഫീസിലോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞൊക്കെയാണ് വൈകിട്ട്. ആ സമയത്താണ് നമ്മുടെ നീതുവിൻ്റെ ആങ്ങള നീതു ഹരീഷുമായിട്ട് വർക്ക്ഷോപ്പിലിരുന്ന് സംസാരിച്ച് ഇരുന്ന കാര്യം ആങ്ങള അറിഞ്ഞുവല്ലോ. അങ്ങനെ അതിനെ ചൊല്ലി നീതു ആങ്ങളെയും വീട്ടിലെല്ലാവരും കൂടെ ആയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണ്. ആ സമയത്താണ് ഈ ആങ്ങള അവൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടിക്കൊണ്ട് നേരെ നമ്മുടെ ഹരീഷിൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ആരും ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ അവിടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ ചോദിച്ചു, അല്ല ഈ മല പോലെ നിൽക്കുന്ന എന്നെ നിന്റെ കണ്ണി പെട്ടില്ലേടാ ചെറുക്കാന്ന് ചോദിച്ചു ഭാസ്കരൻ. അപ്പോൾ പറഞ്ഞു, അതെ ഇവിടെ വേറെ മറ്റാരും ഇല്ലേ, ആ ഹരീഷ് എന്ന് പറഞ്ഞവൻ എന്ത് ചെയ്യുന്നു ചോദിക്കും. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, അവൻ വർക്ക്ഷോപ്പിൽ പോയിക്കുക, നീ ഏതാടാ ചെറുക്കാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷും സുധീഷും അവിടെ ഉണ്ടായിരുന്നു. അവർ പുറത്തോട്ട് ഇറങ്ങി വരെയാണ്. ഈ സമയത്ത് നമ്മുടെ നീതുവിൻ്റെ ആങ്ങള പറയണത്, ആ വർക്ക്ഷോപ്പുകാരെ ഹരീഷ് ഉണ്ടല്ലോ, അവൻ്റെ അടുത്ത് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാൻ പറഞ്ഞോണം. എൻ്റെ പെങ്ങളുടെ പുറകെ ഇനി അവൻ നടന്ന അവൻ്റെ കാലുണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, അതെ നീ ഇവിടെ കിടന്ന് വലിയ വർത്തമാനം പറയല്ലേടാ, നിൻ്റെ പെങ്ങളെ ആദ്യം പോയി മര്യാദ പഠിപ്പിക്കടാ, കണ്ട വർക്ക്ഷോപ്പിൽ അവിടെ ഇവിടെ തെണ്ടി നിറങ്ങി നടക്കണം, നിൻ്റെ പെങ്ങളെ ആദ്യം ചൊവ്വ നിരപ്പിന് നിർത്തടാ എന്നൊക്കെ നമ്മുടെ സുധീഷും പറയണേ. അപ്പോഴേക്കും അവൻ വിട്ടുകൊടുക്കോ, നമ്മുടെ നീതുവിൻ്റെ ആങ്ങളെ കയ്യാങ്കളിക്കുള്ള പുറപ്പാടാണ്, നീ ആരാടാ എൻ്റെ പെങ്ങളെ പറയാൻ. അപ്പം പറയും, എൻ്റെ അനിയനെ പറയേണ്ട കാര്യം നിനക്കെന്താടാന്ന് പറഞ്ഞു. ഇനിയും പറയടാ, കണ്ട പെണ്ണുങ്ങളെ പുറകെ വലിഞ്ഞിറങ്ങി നടക്കണം നിൻ്റെ അനിയനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ ആങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഭയങ്കര വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. അപ്പോഴേക്കും ഭാസ്കറിനും എണീച്ചു. സുഭാഷ് ഇവരെ നടുക്കിടന്നിട്ട് പറഞ്ഞു, അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളൊന്നും വെക്കണ്ട. ഒടുവിൽ നീതുവിൻ്റെ ആങ്ങളെ പറഞ്ഞു, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, അവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളാൻ പറയണേ. എൻ്റെ പെങ്ങളെ ഇതുപോലൊരു കുപ്പത്തെട്ടിയിൽ വിടാനല്ലടാ ഞങ്ങൾ നോക്കണത്. അവൾക്ക് അന്തസ്സും ആഭിജാത്യമുള്ള നല്ല കുടുംബത്തെ കല്യാണാലോചനകൾ വരും. എൻ്റെ പെങ്ങളെ മയക്കിയെടുത്ത് കറക്കിക്കൊണ്ട് പോകാൻ നോക്കിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കണം. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, എന്ത് കാര്യത്തിലാടാ നീ എൻ്റെ വീട് കുപ്പത്തൊട്ടിയെന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഭാസ്കറിനും ദേഷ്യം വന്നു. എടാ ചെക്ക, നീയേ അധികം വളർന്നിട്ടില്ല, നിൻ്റെ എല്ലൊടിയുന്നപ്പോൾ നീ വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ഭാസ്കരനും ഒച്ചയെടുക്കുകയാണ് കേട്ടോ. ഈ സമയം സുധീഷ് വിട്ടുകൊടുക്കുക. കാര്യം ഹരീഷും സുധീഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കേസിനൊക്കെ എന്തെങ്കിലും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നാലും രണ്ടു പേർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കട്ടയ്ക്ക് കട്ട സപ്പോർട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞേ ഉള്ളൂ. ആ കാര്യം സുഭാഷിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സുധീഷ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നങ്ങളാവും. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അടിയും ബഹളമൊക്കെ നടക്കുകയാണ്. ഒടുവിൽ നീതുവിൻ്റെ ആങ്ങളെ പിന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോണത്. ഇത് ലാസ്റ്റായിട്ട് ഞാൻ പറയണേണ്, ഇനി മേലാൽ എൻ്റെ പെങ്ങളുടെ പുറകെ നിൻ്റെ ആ വർക്ക്ഷോപ്പിൽ കാണുന്ന ആ ഹരീഷ് എന്ന് പറയണവനുണ്ടല്ലോ നടക്കുകയോ സംസാരിക്കുകയോ ചെയ്തു എന്നറിഞ്ഞാൽ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, നടന്ന നിൻ്റെ പെങ്ങൾ ആദ്യം പോയി മര്യാദയ്ക്ക് ഇരുത്തടാ, എന്നിട്ട് ഇന്ന് ചലക്കടാന്ന് സുധീഷും പറയും. അതെ അവനെ ഞാൻ പൊക്കിക്കോളാം, ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും. നീ കുറേ എടുക്കും, നീ ഒലത്തും എന്ന് സുധീഷും പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞ് സംസാരിപ്പിച്ച് വെല്ലുവിളിക്ക് മോശമല്ല നമ്മുടെ നീതുവിൻ്റെ ആങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പിന്നെയും പുറത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കൂട്ടുകാരെയും കൂട്ടി അവൻ അവിടെ നിന്ന് പോയി. ആ സമയത്ത് നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഹരീഷ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുലുമാലം ഇനി എന്തായി തീരുമെന്തോ എന്നുള്ള ടെൻഷനാണ്. ഈ സമയത്ത് നമ്മുടെ സുധീഷ് വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മുടെ നിധി പറഞ്ഞല്ലോ ഇങ്ങനെ വക്കീൽ ഓഫീസിലോട്ടൊന്ന് വരണം, നമുക്ക് ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ പ്രൊസീജിയർ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് വക്കീൽ ഓഫീസിലെത്തി. അപ്പോഴേക്കും നിധി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിധി പറഞ്ഞു, നമുക്ക് വക്കീലിനെ പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് കയറി ചെല്ലുകയാണ്. അങ്ങനെ അകത്ത് ചെന്നപ്പോഴത്തേക്ക് നിധി പറഞ്ഞു, ഞങ്ങളൊരു മ്യൂച്വൽ ഡൈവേഴ്സിനായിട്ട് വന്നതാണ് മേഡം. ഒരു ലേഡിയാണ് അവിടെ വക്കീലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇരിക്കാൻ പറയാം. അങ്ങനെ രണ്ടുപേരും ഇരിക്കും. അല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു. എത്ര വർഷമായെന്നൊക്കെ ചോദിക്കുന്നത്. വർഷമൊന്നുമല്ല, കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. അപ്പോൾ ആ വക്കീൽ ചോദിക്കുന്നുണ്ട്, അതിനൊക്കെ നിങ്ങൾക്ക് ഡൈവേഴ്സാണ്, എന്താ കാരണം, ഡൈവേഴ്സ് ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോഴേക്കും നമ്മുടെ നിധി പറഞ്ഞു, അതെ ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിച്ചതാണ്,
ഞങ്ങൾക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഡൈവേഴ്സ് വേണം മേഡം എന്ന് പറയും. അതെ, ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ചെന്ന് ചോദിച്ചാൽ കോടതി തരുന്ന കാര്യങ്ങളൊന്നും അല്ല. അവർ കാര്യങ്ങളും വിശദാംശങ്ങളൊക്കെ തിരക്കി നിങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിനൊരു കൗൺസിലിങ്ങോ അങ്ങനെയൊക്കെ തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കൊരു ഡൈവേഴ്സൊക്കെ അവർ തരുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് പെറ്റീഷൻ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നീതുവിനോട് ചോദിച്ചു വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം സോറി, ഈ നീതു എന്നാണ് എൻ്റെ വായിൽ വരുന്നത്, നിധി എന്നുള്ളതാണ് കേട്ടോ, പേര് മാറിപ്പോണു ഗൈസ്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം നിധി വക്കീലിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് സുധീഷിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ വക്കീൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പുറത്തിരിക്കാൻ പറയും, അതായത് സുധീഷിൻ്റെ അടുത്ത് വെളിയിലിരിക്കാൻ പറയും. എന്നിട്ട് നമ്മുടെ വക്കീൽ നിധിയുടെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഈ ഡൈവേഴ്സിന് പോകാൻ കാരണം നിങ്ങളെ അയാളെ വീട്ടിൽ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്യുമോ? അയ്യോ ഇല്ലില്ല. പിന്നെ എന്താണ്, നിങ്ങളോട് സ്നേഹമില്ലേ? അയ്യോ അതല്ല, പിന്നെ കാര്യം പറയൂ, നിങ്ങൾക്ക് ചിലവിനും മറ്റൊന്നും തരുന്നില്ലയോ? എന്താണ് പ്രശ്നം? നിങ്ങൾക്കിടയിൽ ഡൈവേഴ്സിന് അതിൻ്റേതായ ഒരു കാരണം നമ്മൾ കോടതി കാണിക്കണം. ചുമ്മാ ചെന്ന് നമുക്ക് ഡൈവേഴ്സ് വേണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് വേണം എന്ന് പറഞ്ഞാൽ പോരാ, അതിന് അതിൻ്റേതായ തക്കതായ കാരണം വേണം. ഒന്നുകിൽ ഭർത്താവ് തല്ലുകയോ ഭർത്താവ് ചിലവിന് തരാണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനേതായ അതിൻ്റേതായ എന്താണ് കാരണമെന്ന് പറയണം. അപ്പോൾ പക്ഷേ നിധിക്കൊന്നും പറയാനില്ല. അങ്ങനെ ഒരുവിധം ആ മേഡത്തിൻ്റെ ചോദ്യത്തിനൊക്കെ നിധി ഉത്തരം പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അതിനുശേഷം നമ്മുടെ സുധീഷിനെ അകത്തോട്ട് വിളിക്കുകയാണ്. അങ്ങനെ അകത്തോട്ട് വിളിച്ചപ്പം മേഡം ചോദിച്ചു, അതെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. ഈ ഡൈവേഴ്സിന് നിങ്ങൾ എന്തിനാണ് പോണേന്ന് ചോദിക്കും. അപ്പോഴേക്കും സുധീഷ് മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു മേഡം, എനിക്ക് ഒരിക്കലും അവളെ ഡൈവേഴ്സ് ചെയ്യേണ്ട, എനിക്ക് എൻ്റെ മരണം വരെയും എനിക്ക് നിധിയോടൊത്ത് ജീവിക്കാനാണ് ആഗ്രഹം, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ വക്കീൽ ചോദിച്ചു, അല്ല ഇതെന്താണ്, നിങ്ങൾ പെറ്റീഷനും സൈൻ ചെയ്യുന്നുണ്ട്, എൻ്റെ നിങ്ങൾക്ക് ഡൈവേഴ്സിനും ഇഷ്ടമല്ല, അതെന്താണ്, അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലേ? എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ എനിക്ക് ഈ ഡൈവേഴ്സ് വാങ്ങി തരാണ്ടിരിക്കാൻ മേഡം എന്തെങ്കിലും ചെയ്തു തരാമോ എന്നൊക്കെ സുധീഷ് സങ്കടപ്പെട്ട് ചോദിക്കാൻ കേട്ടോ. അവർക്ക് സത്യം പറഞ്ഞ ഒരു പാവം തോന്നുകയാണ്. കാരണം എന്ന് വെച്ചാൽ അല്ല, ആ ലേഡിക്ക് വേണ്ട, പക്ഷേ ആ സുധീഷിന് വേണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വിളിക്കുകയാണ്. ഒരുമിച്ച് വിളിച്ചിട്ട് രണ്ടുപേരെടുത്തും കൂടെ പറയണം, അതെ എന്തായാലും ഒരു കാര്യം ചെയ്യുക, പെറ്റീഷൻ നിങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്ത് തരിക, നമുക്ക് ഞാൻ പറയുന്നത് വിളിക്കാം, ആ ദിവസം നിങ്ങൾ രണ്ടുപേരും കോടതിയിൽ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയും ആ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ കൊടുത്തു. അപ്പോൾ എന്നിട്ട് നിധി മേഡത്തിനോട് ചോദിക്കും, ഇത് എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്നൊന്ന് ശരിയാക്കി തരാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ മാക്സിമം നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയണത് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വൈകിട്ടായപ്പോൾ വരെയാണ്. അപ്പോൾ വരുന്ന വഴി ഒരു റോഡിൽ ഇവർ നടന്നാ വരുന്ന കേട്ടോ. അപ്പം വീടെത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു യൂട്യൂബർ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അവർ മൈക്കൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡിൽ ഈ കപ്പിൾസ് പോകുന്നുണ്ടല്ലോ, ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളവരെ അവർ റോഡിൽ വെച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരിതാണ്. അപ്പം സുധീഷും നമ്മുടെ നിധിയും കൂടെ നടന്നു വന്നപ്പോൾ ഇവർ മൈക്കൊക്കെ ആയിട്ട് ഇവരുടെ അടുത്തോട്ട് ചെന്നപ്പോൾ തന്നെ സുധീഷ് പറഞ്ഞു, ആഹാ എനിക്ക് നിങ്ങളറിയാം കേട്ടോ, ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആ ഇൻഫ്ലുവൻസറോട് പറയുക കേട്ടോ നമ്മുടെ സുധീഷ്. അപ്പം അവർ പറഞ്ഞു താങ്ക് യു ചേട്ടാ, താങ്ക് യു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്ന് അവർ ചോദിക്കണം. അപ്പം സുധീഷ് പറയും അതെ ഇതെൻ്റെ ഭാര്യയാണെന്ന് തന്നെ സുധീഷ് പറയും കേട്ടോ. ഒരു അഭിമാനത്തോടെയാണ് നമ്മുടെ സുധീഷ് അതങ്ങനെ പറയണത്. നിധി ഒന്ന് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പറയും അതെ ഞങ്ങളിവിടെ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അവർ, സോഷ്യൽ മീഡിയക്കാർ. അപ്പം സുധീഷ് പറയും ആയിക്കോട്ടെ, അതായത് ചേട്ടന് എത്രത്തോളം സ്നേഹം ചേച്ചിയോടുണ്ടെന്നും ചേച്ചിക്ക് എത്രത്തോളം സ്നേഹം ചേട്ടനോടുണ്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണെന്നൊക്കെ പറയും. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആർക്കാണ് കൂടുതൽ സ്നേഹം എന്നുള്ളത് തിരിച്ചറിയട്ടെ എന്ന് പറയും. അങ്ങനെ ആദ്യം സുധീഷിനോടാണ് അവർ ചോദിക്കുന്നത്, അതെ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാണെന്ന് ചോദിക്കും, ഡ്രസ്സിൻ്റെ കളർ ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ ബ്ലൂ ആണെന്ന് നമ്മുടെ സുധീഷ് പറയാണ്. അപ്പോൾ നിധിയോട് ചോദിക്കും ശരിയാണോ എന്ന്. അപ്പോൾ നിധി പറയും ആ ശരിയാണെന്ന് പറയും. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അവർക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്, പക്ഷേ ചിക്കൻ
ഒത്തിരി ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയും. അപ്പം നിധി അന്തം വിട്ട് ഇങ്ങനെ നോക്കണം, കറക്റ്റാണ് സുധീഷ് പറയണതൊക്കെ കറക്റ്റാണ്, സുധീഷ് ഇതൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണം. അങ്ങനെ 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചതെല്ലാം സുധീഷ് കറക്റ്റായിട്ട് നിധിയുടെ മനസ്സിൽ ഉള്ളതുപോലെ തന്നെ പറയുകയാണ്. അപ്പം സുധീഷിൻ്റെ എല്ലാം ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ നിധിയോടാണ്. അതായത് ഭർത്താവിനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നിധിയോട് ചോദിക്കും, സുധീഷിന് നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതെന്ന് ചോദിക്കും. അപ്പം നിധി പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ അയ്യോ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ, കാരണം നിധി ഇന്ന് വരെ അങ്ങനെ സുധീഷിനെ അടുത്തറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നിധി ഇങ്ങനെ ഏതോ ഒരു കളറ് പറയും. അപ്പം സുധീഷിനോട് ചോദിക്കുമ്പോൾ സുധീഷ് പറയും, അല്ല എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടം, പിന്നെ റെഡ് ഇഷ്ടമാണ്. ഈ ഇടയ്ക്ക് എനിക്ക് എൻ്റെ വൈഫ് ഒരു ഷർട്ട് എടുത്ത് തന്നായിരുന്നു, ചെക്ക് റെഡിൻ്റെ കളർ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അപ്പം നിധിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. പിന്നെ ഫുഡിൻ്റെ ചോദിക്കുന്നുണ്ട്, അത് തെറ്റിപ്പോണു. അപ്പം പിന്നീട് സുധീഷ് നിധിയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു ടിപ്പോട് മീൻസ് അതിൻ്റെ ആൻസറിനെ ബേസ് ചെയ്തൊരു ക്ലൂ ഒക്കെ കൊടുത്ത് നിധിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞു, അതെ ഇതിൽ നിങ്ങളിൽ ജയിച്ചേക്കണത് ചേട്ടനാണെന്ന് പറയാം. കാരണം ചേട്ടൻ വൈഫിനെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ചേച്ചി ഒട്ടും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവർക്ക് രണ്ടുപേർക്കും സമ്മാനം കൊടുക്കുകയാണ്, ഒരു ബൊക്ക പോലത്തെ രണ്ടുപേർക്കും കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ ഓക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവർ സോഷ്യൽ മീഡിയക്കാർ പോവാണ്. ഇവർ നടന്ന് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷ് എപ്പോഴാണ് എൻ്റെ കളറും അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ഓരോ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയത്? അത് ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. അല്ല എനിക്കിതുവരെ അങ്ങനെ സുധീഷിനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അത് താൻ എന്നോട് മിണ്ടാറില്ലല്ലോ, എൻ്റെ അടുത്തൊന്നും സംസാരിക്കാറില്ല, മിണ്ടാറില്ല. എൻ്റെ ഇഷ്ടങ്ങളും ഞാനിഷ്ടങ്ങളും എന്തൊക്കെയാണെന്ന് താൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിധി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ സമയം നിധിയുടെ കയ്യിലിരുന്ന ആ ബൊക്കയിലെ പൂ നിധി ഓരോ ഇതളായിട്ട്, നല്ല ഫ്ലവറായിരുന്നു, റോസിൻ്റെ ഒരു ഫ്ലവറായിരുന്നു, അതൊക്കെ ഇങ്ങനെ പിച്ച് കളയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുധീഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത്. എന്നിട്ട് സുധീഷ് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അതെ അവർ പറഞ്ഞത് കേട്ടായിരുന്നു നമ്മളെ നല്ലൊരു കപ്പിൾസാണെന്ന്. അപ്പം നിധി പറഞ്ഞു, ആണോ, ആര് പറഞ്ഞു? അല്ല അവർ പറഞ്ഞില്ലേ എന്ന് സുധീഷ് പറഞ്ഞു കേട്ടോ. അപ്പം നിധി പറഞ്ഞു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരിക്കലും ശരിയാവത്തില്ല എന്ന് നിധി പറഞ്ഞു. അപ്പം സുധീഷിന് എങ്ങനെ നിധീനെ അടുത്ത് ചെന്ന് ആ ഒരു സ്നേഹം കാണിക്കാൻ ശ്രമിച്ചാലും നിധി അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാറില്ല. നിധി അത് തട്ടി മാറ്റി കളയുന്ന ഒരു ഫീലിങ്സാണ് സുധീഷിന് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സുധീഷിന് ഭയങ്കര സങ്കടമാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ താന്ന് നിധിയുടെ അടുത്ത് ചെന്നിരുന്നാലും നിധി സുധീഷിൻ്റെ മനസ്സറിയാനായിട്ട് ഒരിക്കലും ശ്രമിക്കുന്നില്ല. അത് മനഃപൂർവ്വമാണോ അതോ അല്ലാണ്ടാണോ എന്നുള്ളത് സുധീഷിന് അറിയത്തില്ല. പക്ഷേ എങ്കിലും സുധീഷിന് വല്ലാത്തൊരു വിഷമം തന്നെ ഉണ്ടാക്കി. അങ്ങനെ വീടെത്താറായപ്പോൾ സുധീഷ് നിധിയുടെ കയ്യിൽ നോക്കിയപ്പോൾ ആ റോസാപ്പൂ മൊത്തം പിച്ചി കളഞ്ഞു. ഒടുവിൽ ആ തണ്ട് മാത്രമേ ഇരുന്നപ്പോൾ അത് നിധി എടുത്ത് കളയുകയും ചെയ്തു. പക്ഷേ സുധീഷ് ആ പൂ സൂക്ഷിച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും ചെയ്യാണ്ട്. കാരണം അതൊരു സ്നേഹം പോലെ, ഒരു സ്നേഹ ഉപകാരം പോലെ നിധിയോടുള്ള ആ ഒരിത് മനസ്സിലാക്കി സുധീഷ് അങ്ങനെയാണ് അത് കണക്കാക്കി വെച്ചത്. അപ്പോൾ ഏകദേശം നാളെ വരുന്ന കാറ്റത്തെ കിളിക്കൂടിൽ ഈ സീനൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും ഡൈവേഴ്സ് എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ നിധിക്ക് ഇതിനിടയിൽ ഇനിയിപ്പോൾ ഓഫീസിൽ നമ്മുടെ അവരുടെ ബോസ് ഉണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയല്ലോ, എന്തായിരുന്നു, സിദ്ധാർത്ഥ്, അയാളുമായിട്ടൊക്കെ എന്തൊക്കെയോ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇനി നമ്മുടെ സുധീഷൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. പിന്നെ സുധീഷ് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ഈ ഡൈവേഴ്സ് ഒരിക്കലും നടക്കരുതേ എന്നിങ്ങനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ട് നടക്കുകയാണ് സുധീഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം ഇനി കാറ്റത്തെ കിളിക്കൂടിയിൽ അടുത്തതായി വരുന്ന പുതിയ സീനും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന്. അപ്പോൾ പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, മറന്നു പോണ്ട. സുമി മുഫാസ് മൻസിൽ. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഒരു 5-6 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നാളെ വരാനിരിക്കുന്നതാണ് തലേ ദിവസം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പുതുതായിട്ട് വരുന്നവർ സബ്ബും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈവനിങ്, ശുഭരാത്രി പറഞ്ഞുകൊണ്ടല്ലേ, ശുഭരാത്രി വേണ്ട, ഒരു ശുഭദിനം തന്നെ പറയാം. രാത്രി ആയിട്ടില്ലല്ലോ അല്ലേ, 5 മണി ആവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.